ദ മെയിൻ ടോപ്പിക്കിലേക്ക് കുറെ പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ is there a right age to be pregnant? So medically പറയാണെങ്കിൽ early pregnancy is also not good. Very young is also associated with complications. Late pregnancy is also associated with complications. വളരെ early pregnancy medical complications during pregnancy is more. That is when you say more than less than 21 ന്റെ താഴെ, or we call it as teenage pregnancy വരെയാണെങ്കിൽ 21 താഴെയുള്ള pregnancy. 21 താഴെ is actually young. 20s are fine actually. ഇപ്പം 2021 these are all very small, but ഒരു 19-18 ന്റെ താഴെ becomes teenage pregnancy. It is, we don't see that much. നമ്മൾ കേരളത്തിൽ അങ്ങനെ കാണില്ല. കേരളത്തിന്റെ പുറത്തിറങ്ങിയാലും എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ, തമിഴ്നാട് ഒക്കെ younger pregnancies are very common, associated with a lot of medical disorders like hypertension, diabetes, preeclampsia ഒക്കെ വളരെ കൂടുതലാണ്. അടുത്തത് ലേറ്റ് പ്രഗ്നൻസി. ഈ ലേറ്റ് പ്രഗ്നൻസി എന്ന് ഇപ്പം പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് തിങ്, ബിക്കോസ് ആവറേജ് ഏജ് ഇസ് നൗ ബിക്കം 30-35. ആക്ച്വലി നമ്മൾ പ്രഗ്നൻസിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് 30 വയസ്സ് കഴിഞ്ഞു. 28-ലൊക്കെ പ്രഗ്നൻസിയോ എന്നുള്ളതാണ്. 28 is become a young mother now. So ideally, as a doctor, we say complete, at least have your first child before 30. Okay, complete family is too much to say, but practically have your first child at least before 30. That not only for the healthy child and mother, but it prevents a lot of medical disorders in the gynec related medical disorders in the mother. Next thing, 35 plus ആകുമ്പോൾ എഗ്ഗിന്റെ ക്വാളിറ്റി സ്റ്റാർട്ട്സ് ഓൺ എ ഡിക്ലൈൻ. കൺസീവിങ് ബിക്കംസ് ഡിഫിക്കൾട്ട്, മോർ ചാൻസസ് ഓഫ് അനോമലീസ്. അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യാണ്. പണ്ടൊക്കെ ഒരു 5 മാസത്തിലൊരു ആംനിയോസിസ് ആയിരുന്നു. ഇപ്പം ഈ അനോമലികളിൽ നോക്കാൻ വേണ്ടിയിട്ട് NIPT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്. ജസ്റ്റ് പറയാൻ കാര്യം, ഏജ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ബിക്കോസ് യു ഓൾവേസ് റൂൾ ഔട്ട്. ഒരു 99% ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് 9 ആഴ്ചയിലെ മദറിന്റെ ബ്ലഡിലൂടെ കുട്ടിയുടെ DNA മദറിന്റെ ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജ് 9 മുതൽ 10 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര ഏർലി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതേ സാധനം 5 മാസത്തിൽ പറയുന്നത് വളരെ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് അഡ്വാൻസ്ഡ്. ഓക്കെ, ഇതിൽ കൂടെ ബേബിയുടെ എൻറ്റയർ ജനറ്റിക് അനാലിസിസ് ചെയ്യാം ത്രൂ ദ മദേഴ്സ് ബ്ലഡ്. ഓക്കെ, സോ മൈ പോയിന്റ് ഇസ് ബിക്കോസ് ദ നമ്പർ ഓഫ് ലേറ്റ് പ്രഗ്നൻസീസ് ആർ ഇൻക്രീസിങ്, this is there. The facilities improve ചെയ്യുന്നുണ്ട്. Exactly. So treatment has also become excellent. Ipam 42 like a pregnancy is not a big thing, very well handled. Medical facilities are improved. Just one thing ഇങ്ങനെ ഒരു ടോപ്പിക് ഇത് പറഞ്ഞത് കൊണ്ട് ലേറ്റ് പ്രഗ്നൻസീസ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ചിലവർ പീപ്പിൾ നോ ഐ വാണ്ട് ടു ഹാവ് എ ലേറ്റ് ബേബി. എഗ് ഫ്രീസിംഗ് ഇസ് എൻ എക്സലന്റ് ഓപ്ഷൻ. ഓക്കെ, സോ എഗ് ഫ്രീസിംഗ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഇഫ് യു നോ ദാറ്റ്, ബിക്കോസ് ക്വാളിറ്റി ഓഫ് എഗ് ഇസ് ബെറ്റർ. So store it at a time when it is better, but only disadvantages, then it becomes an IVF for sure. So ആ ഒരു നോർമൽ പ്രഗ്നൻസി ആയിരിക്കില്ല. അത് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പം മൾട്ടിപ്പിൾ ഒവേറിയൻ സിസ്റ്റ് ഉള്ള കുട്ടികൾ, വേറെ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഒരു ഓവറി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവറിയുടെ മുകളിൽ സർജറി വരിക, അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഡെഫിനറ്റ്ലി വി അഡ്വൈസ്. ബിക്കോസ് നമ്പർ ഓഫ് എഗ്സ്. പക്ഷേ ആക്ച്വലി ഇപ്പൊ നമ്മൾ കേരളത്തിൽ അങ്ങനെ എഗ് ഫ്രീസിംഗ് ചെയ്യാറുണ്ടോ? പിന്നെ വളരെ കോമൺ ആണ്. ആളുകൾ ഇപ്പൊ കേട്ട് വരുന്നു. ഇൻഫാക്ട് കേരളത്തിൽ ഉണ്ടെങ്കിലും പുറത്തൊക്കെ വെരി പ്രോമിനന്റ്, വെരി കോമൺ. കേരളയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് എവറി വൺ സ്റ്റാർട്ടിംഗ് ടു വർക്ക്. നോ, ഇപ്പം 35, 32, 33 എന്നൊക്കെ പറയുന്ന പീക്ക് ഓഫ് യുവർ കരിയർ. To ask a lady to have a baby then is sometimes difficult for people. So it is a smarter thing to do. See, it's not that egg freeze ചെയ്തതുകൊണ്ട് you have to conceive through ഇതല്ല. അങ്ങനെയില്ല. You can always try, but you always have a backup. In case കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ബേബി വേണം തോന്നിയാൽ you have an option. Ovarian failure ഒരു പ്രശ്നമാണ്. Early ovarian failure വരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ has an impact on anything that is growing in your body. So ovary is something that is constantly producing something, constantly changing. So ഇതിനൊക്കെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി നമ്മൾ പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഇതിൻ്റെയൊക്കെ ടോക്സിൻസ് പോയി ആക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ അവയവങ്ങളിലാണ്. സോ ഏർലി മെനോപോസ് ഓർ പ്രിമച്യൂർ ഒവേറിയൻ ഫെയിലിയർ ഇസ് ബിക്കമിങ് മോർ കോമൺ നൗ. സോ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ പ്രിവെന്റ് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് എൻ അംബ്രല്ല തിങ്, എല്ലാവരും ചെയ്യണമെന്നേ അല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ. ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ. ഞാനൊരു 40+ എനിക്ക് കുട്ടിയാവണമെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എൻ ഇൻഡിക്കേഷൻ. സ്റ്റോർ ഇറ്റ് വെൻ യു ആർ യങ് ആൻഡ് ഏർലി. മനസ്സിലായി. ഓക്കെ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വരുന്ന ആളുകളിൽ, പെൺകുട്ടികളിൽ കൂടുതൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞ പോലെ വരുന്ന മദേഴ്സിൽ, അതായത് കൺസീവ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ട് വരുന്ന ലേഡീസിൽ കൂടുതൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? കൂടുതൽ കണ്ടിട്ടുള്ള, സോ ഈ സമയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നത് ഓൾ മദേഴ്സ് ആർ വർക്കിംഗ്.
ഓക്കെ. സോ കൂടുതലും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന മദേഴ്സ് ഡെസ്ക് ജോബാണ്, ഇരുന്നാണ്. സോ വെരി ബാഡ് ജോയിന്റ് പെയിൻസ്, ബാക്ക് പെയിൻസ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. മെഡിക്കൽ ഡിസോർഡേഴ്സ് വേറെ, അത് വി വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. ബട്ട് ദിസ് ഇസ് എ വെരി കോമൺലി അഡ്രസ് തിങ്. ഇത് കൊണ്ടുവരാൻ കാര്യം ഇതിനൊരു സൊല്യൂഷനും ഉണ്ട് ആക്ച്വലി. സോ എപ്പോഴും നമ്മുടെ പോസ്ചറാണ് ഇസ് എ ഹ്യൂജ് പ്രോബ്ലം. സിറ്റിംഗ് ഡൗൺ ഇസ് എ പ്രോബ്ലം. ഇൻ പ്രഗ്നൻസി നമ്മളുടെ ബോഡിയിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹോർമോൺ എല്ലാത്തിനെയും റിലാക്സ് ചെയ്യും. ഫ്രം ദ യൂട്രസ് ടു യുവർ മസിൽസ് ടു യുവർ ജോയിന്റ്സ് ടു യുവർ ബ്ലഡ് വെസൽസ് എല്ലാം. ഈ റിലാക്സേഷൻ കാരണം ആ ഒരു ജോയിന്റ് ഇൻസ്റ്റെബിലിറ്റി വരാം. സോ അതുകൊണ്ട് തന്നെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ യു ആർ പ്രോൺ ഫോർ ഇറ്റ്. എല്ലാവർക്കും വരണമെന്നില്ല, ബട്ട് പ്രോൺ ആണ്. അതിന്റെ മുകളിൽ ഒരു റോങ് പോസ്ചറും കൂടി ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട്. പ്രഗ്നൻസിയിലെ പ്രശ്നം പെയിൻ കില്ലേഴ്സ് നമുക്ക് അധികം തരാൻ പറ്റില്ല, വെരി റെസ്ട്രിക്റ്റഡ്. സോ കുഴപ്പമില്ല, സഹിച്ചോന്നേ പറയാൻ പറ്റുള്ളൂ, അതിൽ സൊല്യൂഷൻ ഇല്ലല്ലോ. സോ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് എക്സാക്ട്ലി അതാണ് സ്റ്റേറ്റ്. സോ അങ്ങനെ അനുഭവിക്കുന്നതിന്റെ പകരം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ്. സോ ബി ആക്റ്റീവ്, ഫിസിക്കലി ആക്റ്റീവ് ടിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ പ്രഗ്നൻസി. ദാറ്റ് മീൻസ് എക്സസൈസ് റിയലി വെൽ. സോ ഫ്രം ഇത് വളരെ മെഡിക്കലി ഗൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ എക്സസൈസും ചെയ്തിട്ട് സേഫ് ആണ് ചെയ്യേണ്ട രീതികളുണ്ട്. ഫ്രം ഫസ്റ്റ് ട്രൈമിസ്റ്റർ ടു സെക്കൻഡ് ടു തേർഡ് അതിന്റെ ടൈമിൽ നമുക്ക് ഓരോന്ന് മാറ്റണം. ഈ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ഒക്കെ പറയുമ്പോൾ ബേബി ഈസ് ആക്ച്വലി ഇൻസൈഡ് ദ യൂട്രസ് സ്നഗ്. നമ്മൾ എങ്ങനെയൊക്കെ ചാടിയാലും അങ്ങനെ ഒരു ഫീറ്റസിന് ഒരു പ്രശ്നം വരേണ്ടതല്ല. സോ ഗുഡ് അമൗണ്ട്സ് ഓഫ് യോഗ, പവർ യോഗ, ഇറ്റ് കീപ്സ് യു ആക്റ്റീവ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് എഫക്ട് ഓൺ ഹൈപ്പറെമിസിസ്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഫൺ കാര്യം മാത്രമല്ല, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് മെഡിക്കൽ അഡ്വാൻറ്റേജ് ഫോർ ദ മദർ ഓൾസോ. ആ ഒരു നോസിയ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പ്ലസ് യു ആർ ആക്റ്റീവ് ത്രൂ ഔട്ട്. ഈ ജോയിന്റ് പെയിൻസും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുന്നതിലൂടെ. ഇതേത് പോസ്റ്റ് ഡെലിവറി ഓൾസോ യു സ്റ്റാർട്ട് ഓഫ് എക്സസൈസസ് ഏർലി ഓൺ. എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരു ഗ്യാപ്പ് ഓഫ് 6 weeks പറയാം. ബിക്കോസ് ഈ റിലാക്സ് ചെയ്യുന്ന ഹോർമോണിന്റെ എഫക്ട് അതുവരെ ഉണ്ട്. ജോയിന്റ് ഇഞ്ചുറീസ് ആർ മോർ. പ്ലസ് യുവർ ലിഗമെന്റ്സ് ആർ ലൂസ്. ഒരുപാട് വെയിറ്റ് ഒക്കെ എടുത്താൽ പ്രൊലാപ്സിന് ചാൻസ് കൂടുതലുണ്ട്. ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഇൻട്രാബ്ഡോമിനൽ വയറ്റിനുള്ളിലെ പ്രഷർ അവോയ്ഡ് ചെയ്യുന്ന എക്സസൈസുകൾ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ യു കൻ സ്റ്റാർട്ട് ഏർലി. ദാറ്റ് ലെറ്റ്സ് യുവർ ബോഡി ലെറ്റ്സ് യുവർ ബോഡി റീകോയിൽ. സോ ദിസ് ഇസ് എ ഹ്യൂജ് ഫാക്ടർ. ബിഗ്ഗസ്റ്റ് കംപ്ലൈന്റ് വി സേ അവിടെ വേദന ഇവിടെ വേദന. സോ അതിന് ബീങ് ആക്റ്റീവ് ഹെൽപ്സ് എ ലോട്ട്. സെക്കൻഡ് കാര്യം നമ്മൾ കാണുന്നത് ഇപ്പം obviously diabetes is on the rise purely because of diet and everything. So sugar levels, diet and type of eating also huge problem is നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ. അത് പ്രഗ്നൻസി ടൈമിൽ ഈ ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് മാത്രമാണോ അതോ നോർമൽ? ഈ PCOD ഒക്കെ കോമൺ ആണെന്ന് നമ്മൾ സംസാരിച്ചിരുന്നില്ലേ? അത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് കോമൺ ആക്കും. ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരുന്നവർക്ക് ഭാവിയിൽ ഷുഗർ വരാൻ ചാൻസ് കൂടുതലാണ്. സോ എല്ലാം ഒന്നൊന്ന് ഇത് ബേസിക്കലി ഓൾ ലൈക്ക് ഐ സെഡ് ഇൻസുലിൻ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വരെയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ലീഡിങ് ടു ഗ്ലൂക്കോസ് ഇൻടോളറൻസ്. സോ പ്രീഡിസ്പോസിഷൻ പിന്നെ കുറെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഫാക്ടർ മാത്രമല്ല. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി ഈസ് ഓൾസോ നോട്ട് വെരി അഡ്വൈസബിൾ ഫോർ ദാറ്റ്. ബിക്കോസ് എല്ലാം ഈസി ടു ഈറ്റ്, ഹൈ ഷുഗർ, ഈസി ടു കൺസ്യൂം ആണ്. ഒരു കോമൺ പറയുന്നത് 2 പേർക്കാണ് കഴിക്കേണ്ടത്, നന്നായി കഴിക്കുമോ? അങ്ങനെയല്ല. ബേബിക്ക് ഓരോ ട്രൈമിസ്റ്ററിലും ആവശ്യമുള്ള കാര്യങ്ങൾ വ്യത്യാസമാണ്. ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ബേബി വളരെ സൈസായിട്ട് വളരുന്നൊന്നുമില്ല. ബേബി നീഡ്സ് എ ലോട്ട് ഓഫ് ന്യൂട്രീഷൻ, മൾട്ടി വൈറ്റമിൻ. സോ യു ഈറ്റ് ലൈക്ക് ദാറ്റ്. ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രഷ് ഫുഡ്, കുറേ നട്ട്സ്, ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുക നന്നായിട്ട്. സെക്കൻഡ് ട്രൈമിസ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് ബേബി സ്ട്രക്ചറിൽ കൂട്ടുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഷുഗർ പെട്ടെന്ന് കുറയും, എന്നാൽ കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് കൂടും. സോ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫോമിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുക. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ കഴിക്കുന്നത് ഗോതമ്പായിക്കോട്ടെ ഓർ ഓട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ചോറ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഇഷ്ടം പോലെ ഫൈബർ. സോ ദാറ്റ് ഫൈബർ സെറ്റ്സ് ആൻഡ് അലൗ സ്ലോ അബ്സോർപ്ഷൻ. സോ യുവർ ഷുഗർ ഇസ് നോട്ട് സ്പൈക്കിംഗ് ബട്ട് യു ആർ ഈറ്റിംഗ് ദ സെയിം തിങ്. പ്രഗ്നൻസിയിൽ ഒരിക്കലും സ്റ്റാർവ് ചെയ്യാനോ ഭക്ഷണം കുറയ്ക്കാനോ പറയാൻ പറ്റില്ല. ബട്ട് ഹൗ ടു ഈറ്റ് ഇസ് എ ബിഗ് ഫാക്ടർ ആൻഡ് വാട്ട് ടു ഈറ്റ് വിത്ത് വാട്ട്. ഷുഗർ അങ്ങനെ എപ്പോഴും കഴിക്കാം. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ ഷുഗർ കഴിക്കുന്ന സാധനം ഒന്നും കട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നില്ല. എവറിത്തിങ് ഇൻ മോഡറേഷൻ. സോ ഈ കഴിക്കുന്ന സാധനത്തിന്റെ കൂടെ എന്ത് കൂട്ടി കഴിക്കുന്നു എന്നാണ് ഇമ്പോർട്ടൻറ്റ്. സോ യു ഈറ്റിംഗ് എ ബോൾ ഓഫ് റൈസ്, അതൊരു ബോൾ ഓഫ് റൈസ് മാത്രമായിട്ടും കഴിക്കാം. പക്ഷെ ബോൾ ഓഫ് റൈസ് വിത്ത് ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, ലോക്കലി അവൈലബിൾ, ലോട്ട് ഓഫ് ഫൈബറിന്റെ കൂടെ കഴിച്ചാൽ ആ ഷുഗർ അബ്സോർബ് ആവുന്നതിന്റെ ഗ്രാഫ് മാറും. ഷുഗർ ഈ റൈസ് മാത്രം കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്സ്. ബട്ട് ഇഫ് യു ആർ ഈറ്റിംഗ് വിത്ത് സംതിങ് എൽസ് ഷുഗർ പ്ലാറ്റോസ്. സോ ഇറ്റ് ലാസ്റ്റ് ഇൻ യുവർ ബോഡി ഫോർ ലോങ്ങർ. സോ കഴിക്കേണ്ട രീതി കുറച്ച് ഡിഫറെന്റ് ആണ്. ദാറ്റ് ഇസ് സംതിങ് യു ക്യാൻ വെരി വെൽ അഡ്ജസ്റ്റ്. ഓക്കെ. അപ്പോൾ ബാക്ക് പെയിൻ അല്ല ജോയിന്റ് പെയിൻസ്, ബാക്ക് പെയിൻ, ഡയബറ്റിസ്, പിന്നെ diabetes is a big factor. Another thing mothers these days complain about is excessive fatigue, of course. This is very a lot is owed to dehydration because again working women.
you're walking around, how to hydrate yourself. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വെൽ ഹൈഡ്രേറ്റ് ചെയ്യൂ എന്നൊരു പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ മിസ് ദേ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ജസ്റ്റ് ഇമാജിൻ സംബഡി ഓൺ എ മാരത്തോൺ, നന്നായി ഒരു ട്രാക്ക് ഒരു സ്പ്രിന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓടുന്നതിന്റെ ഇടയിൽ കുറേ പച്ചവെള്ളം കൊടുത്തിട്ട് ഒന്നും കൂടെ ഓടാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവർക്ക് പറ്റില്ല. അതേപോലെയാണ് ഹൈഡ്രേഷൻ കോൺസെപ്റ്റ്. ബേബി ഈസ് നോട്ട് ടേക്കിംഗ് ഓൺലി വാട്ടർ ഫ്രം യു, ബേബി ഈസ് ടേക്കിംഗ് ഇലക്ട്രോലൈറ്റ്സ് ഓൾസോ. സോ വെനെവർ വി സേ ഹൈഡ്രേറ്റ് വിത്ത് ഇലക്ട്രോലൈറ്റ്സ്. ഹാവ് ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഹാവ് മേ ബി ബട്ടർ മിൽക്ക്, മോര്, അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത വെള്ളം കഴിക്കുക. ഓർ ഇൻക്രീസ് സൂപ്പ് ഇൻടേക്ക്, ഫുഡ് liquid in other forms. Don't drink a lot of 3 liters of plain water and then wonder ഭയങ്കര ക്ഷീണം എന്താണെന്ന് മനസ്സിലാവില്ല. അതാണ് 3 ലിറ്റർ വെള്ളം കുടിക്കാന്നുള്ളത് വെള്ളം മാത്രമായിട്ട് കാണരുത്. Because our expectations are a lot. We expect to be very active even through pregnancy. പക്ഷെ ആ ഒരു ക്ഷീണം വരുമ്പം it takes a toll on us. പിന്നെ psychologically also it affects us. Psychologically പറഞ്ഞപ്പോഴാണ് another common thing you see during pregnancy and especially postpartum is mood disorders. That is something that really needs to be acknowledged, especially because ഇതിപ്പോൾ പറയാൻ എല്ലാവരും കരിയർ ഓറിയന്റഡ് വർക്കിംഗ് വിമൻ ആണ്. ഡെലിവറി കഴിഞ്ഞിട്ടോ ബേബിയുടെ കൂടെയോ ദ മോർ ടൈം യു സ്പെൻഡ് വിത്ത് ദ ബേബി ദ മോർ ഗിൽറ്റി യു ഫീൽ യു നോട്ട് വർക്കിംഗ്, ജോലി ചെയ്യുന്നില്ല എന്ന്. എന്നാൽ നല്ല വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ സോ ഒരു നോർമൽ ഒരാൾക്ക് തന്നെ ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് തിങ്. സോ കുറേ സപ്പോർട്ട്, ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു ചില ഇറ്റ് ക്യാൻ ഗോ ടു എ ഗ്രേഡിയൻറ്റ് ഓർ ഒരു ലെവൽ വേർ യു മൈറ്റ് നീഡ് തെറപ്പി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരിക. ഇതൊരു നോട്ട് സ്പോക്കൺ അബൌട്ട് കാര്യമാണ്. വിഷമമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല, ഇത് കഴിഞ്ഞ് മാറിക്കോളും. എന്താ വിഷമിക്കാനുള്ള? കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പക്ഷെ കുട്ടി മാത്രമല്ല, മദർസ് ഓൾസോ. അത് കുറേ ലേഡിയുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ കുറേ കാര്യങ്ങളിൽ നീഡ്സ് തെറപ്പി. സോ ഇഫ് യു നോ സംബഡി, ടോക്ക് അബൌട്ട് ഇറ്റ്. ദ പേഴ്സൺ ഡസന്റ് ഹാവ് ഇറ്റ്, അക്നോളജ് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഗിവ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്, ലോട്ട് ഓഫ് കെയർ ടു ദ മദർ. ഇപ്പൊ ഈ തേച്ചു കുളിക്കുക കാര്യങ്ങളൊക്കെ, ഇറ്റ് ഹസ് ലോട്ട് ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഓൾസോ, ബട്ട് ഇറ്റ് ഹസ് ലോട്ട് ഓഫ് എഫക്ട് ഓൺ ദ സൈക്കോളജി ഓഫ് ദ മദർ. ദ മദർ ഫീൽസ് ടേക്കൻ കെയർ ഓഫ്. Because our 40 days, it's like throughout pregnancy you are in a high of hormone. Imagine ഒരു നന്നായി ഡ്രഗ് എടുക്കുന്ന ഒരാള് പെട്ടെന്ന് one day you withdraw it. So inevitably you will have a little bit of mood disorder. So to make her feel taken care of, make sure she takes adequate rest. Only if she takes adequate rest and eats well will she be able to take care of the baby. എന്നാലേ adequate milk secretion ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പോകുമ്പോഴാണ് എല്ലാവരും പറയാം എനിക്ക് പാലില്ലായിരുന്നു ആദ്യം, പെട്ടെന്ന് നിന്നുപോയി. That is because she is over exerting. So taking care of the mother is also a huge factor. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യും, but these are what actually happens, reality. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു 10-15 ദിവസം എന്ന് പറയുന്ന പോലെ അതൊരു ബൈ ഡിഫോൾട്ട് സംഭവിക്കും, പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കഴിയുമ്പോൾ പിന്നെ അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരു സ്റ്റേജ് അവിടെ ഡെലിവറിയുടെ സമയത്ത് തന്നെ ആക്ച്വലി ഇപ്പൊ പ്രസവം എന്ന് പറയുന്നതും ഒരു ഫാമിലിയിലേക്ക് ഒരു പുതിയ കുട്ടി വരുന്നതും ഒരു ഫാമിലിക്ക് മൊത്തം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ മിക്കവാറും കൂടുതൽ ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ടെൻഷൻ അനുഭവിക്കുന്ന ആ മദറാണ്. ഫാമിലിക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല. പക്ഷെ വൈൽ കമ്മിങ് ടു സൺറൈസ് ഹോസ്പിറ്റൽ ഐ ഗോട്ട് ടു നോ ദാറ്റ് യു ഗൈസ് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ബർത്ത് സ്യൂട്ട്. അതിനെ കുറിച്ച് പറയും. സോ ലൈക്ക് ഐ സെഡ്, നമുക്ക് എപ്പോഴും ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഹെൽത്തി ബേബി, ഹെൽത്തി മദർ, ഇത് രണ്ടും മാത്രമാണ്. ഈവൻ ഇഫ് ഒരു പ്രഗ്നൻസി, ഒരു ബേബി ഡെലിവറി ആയി ഒന്ന് പുറത്ത് ബൈസ്റ്റാൻഡേഴ്സ് എടുത്ത് ഓക്കെ അമ്മയും കുട്ടിയും സേഫ് അല്ലേ, നോബഡി ആസ്ക്സ് അബൌട്ട് ദ എക്സ്പീരിയൻസ്. സോ ഡസ് ഇറ്റ് റിയലി മാറ്റർ? ഇപ്പം ഈ കാലത്ത് ഗോയിങ് ത്രൂ പ്രഗ്നൻസി ഇപ്പൊ പറയുന്നത് വി ആർ പ്രഗ്നന്റ് എന്നാണ്. ഇറ്റ്സ് എ കപ്പിൾസ് തിങ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് മെമ്മറി യു ആർ ക്രിയേറ്റിംഗ്. പ്രഗ്നൻസി നീഡൻ ബി എ ഡിഫിക്കൽട്ട് തിങ് ടു ഗോ ത്രൂ. ലേബർ ഷുഡ് ബി ദ ബെസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ്. So here we have constructed a space which feels almost like home. So we have created a space where the mother is not alone. ഇതൊരിക്കലും ഒറ്റയ്ക്ക്, ഇത് ലേബർ വാർഡിൽ സാധാരണ പ്രസവത്തിന് വന്നു പിന്നെ ആളെ കാണൂല. ലേബർ സ്വീറ്റിന് പുറത്താണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീലും ഇല്ല ദാറ്റ് ദിസ് ഈസ് ഒരു ലേബർ സ്വീറ്റിന്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് അല്ലേ. സോ ദ ഹോൾ പോയിന്റ് വാസ് ഈ മദറിനെ പോയി മദർ ഡിസപ്പിയർ ആയി പിന്നെ ബേബി മദറും പുറത്തു വരും. ആ ഒരു കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്പീരിയൻസ്. ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ഓൾസോ. ദ മദർ ഇസ് ഗോയിങ് ത്രൂ സോ മച്ച്. സോ ഈ സമയത്ത് മദറിന് ആ ഒരു മോട്ടിവേഷനും ഒരു മോറൽ സപ്പോർട്ടും കൊടുക്കുന്നത് ഫാമിലിയാണ്. സോ ബേസിക്കലി അവർ ലേബർ വാർഡ് ഇസ് ഡിസൈൻഡ് ഫോർ ദ മദർ ടു ഫീൽ അറ്റ് ഹോം, ഫീൽ കംഫർട്ടബിൾ, ബി ലെസ് സ്ട്രെസ്ഡ് ആൻഡ് ബി വിത്ത് എ ഫാമിലി. സോ definitely partner, but also her family is supposed to be around so that they can help her through it. ഈ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ
സോറി ടു ഇന്ററപ്റ്റ്, ഭർത്താവ് മാത്രല്ല ഫുൾ ഫാമിലി, അതായത് കേറാൻ സമ്മതമുള്ള ആളുകൾക്ക് കയറാം. Exactly. So the whole point is during pregnant delivery we let the partner be there because it's a very private affair. But the fact that there is family sitting outside there to take care of you gives a lot of mental support. Because ഒരു നോർമൽ ലേബർ ആക്ച്വലി മിനിമൽ ഇന്റർവെൻഷൻ നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഡോക്ടറിന് അധികം ചെയ്യാനില്ല. ഇറ്റ് ഇസ് ആക്ച്വലി ഡൺ ബൈ ദ പേഷ്യന്റ്. സോ അസിസ്റ്റഡ്, നമ്മൾ ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നത് മാത്രമാണ്. സോ ഈ മദർ ഹൂസ് ഗോയിങ് ത്രൂ ദ ലേബർ ഇസ് ഡൂയിങ് 90% of the job. For her to be able to push through this 90% of the job, she needs that support, that mental peace to be stress free. This has significant medical benefit. This is not just to make a beautiful place or have good pictures. It has a lot of medical benefit for the mother. And in our labor ward, we are providing a lot of options where labor is made comfortable. So the old concept of kedannu matram prasavikka, vedana sahichu kedannu prasavikka is totally out. You be active through labor. That means there is enough space for the mother to walk around. You provide options for different birthing positions. സോ ഈ ബർത്തിങ് ബോള്, ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി എന്തിനാ ചെയ്യുന്നത്? ഇതിനൊക്കെ പ്രോപ്പർ മെഡിക്കൽ റീസൺസ് ഉണ്ട്. ഡിഫറെന്റ് മൂവ്മെന്റ്സ് ഓർ ഡിഫറെന്റ് ബർത്തിങ് പൊസിഷൻസ് ഹെൽപ്സ് ഡിസെൻറ്റ് ഓഫ് ദ ബേബി. ബേബിനെ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടും ആ പെയിൻ റിലീഫും ഒക്കെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ആക്ച്വലി ദ പൊസിഷൻ ദാറ്റ് പ്രൊവൈഡ്സ് നോ ബെനിഫിറ്റ് ഇസ് എ ഫ്ലാറ്റ് പൊസിഷൻ. എന്നാൽ എല്ലാവരും കൊണ്ട് കൺവീനിയൻസിന് വേണ്ടി കിടക്കുകയാണ്, എല്ലാവർക്കും നടത്താൻ പേടിയാണ്. അങ്ങനെയല്ല, നന്നായി നടക്കുക, സ്ക്വാട്ട് ചെയ്യുക. ഇൻഫാക്ട് ഈവൻ ഡെലിവറിങ് വൈൽ സ്ക്വാട്ടിങ് വിൽ റെഡ്യൂസ് ടയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി റെഡ്യൂസ് ചെയ്യുക. ബൗൺസിങ് ഡ്യൂറിങ് പ്രഗ്നൻസി, ആ ബോളിൽ ചേഞ്ചിങ് പൊസിഷൻ, ഹൈഡ്രോതെറപ്പി എന്ന് വെച്ചാൽ വോം ഷവർ. എല്ലാവരും വാട്ടർ ബർത്ത് കേട്ട് കാണുമല്ലോ. ഈ വാട്ടർ ബർത്ത് എന്തിനാണ്? ഇറ്റ് ഈസ് പ്ലെയിൻ ടു ഗിവ് റിലീഫ്. ഒരു വോം ഒരു എൻവയൺമെന്റിൽ ഇരിക്കുമ്പം യുവർ സ്കിന്നിൽ എക്സാക്ട്ലി. സോ ഇറ്റ് ഇസ് ടു മേക്ക് ദ മദർ കംഫർട്ടബിൾ. എ കംഫർട്ടബിൾ മദർ വിത്ത് ലെസ് പെയിൻ വിൽ കോപ്പറേറ്റ് മോർ ഡ്യൂറിങ് ലേബർ. So that is the whole point of the entire thing we have situated. Another thing I want to bring out is മദറിന്റെ തൊട്ട് സൈഡിൽ 2 പേർക്ക് ഫെസിലിറ്റി ഉണ്ട്, baby and husband. So it is a group. It's not an individual thing. It's not just the mother's experience. So ഈ ബേബീനെ സൈഡിൽ തന്നെ നഴ്സ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, milk production is a huge factor post delivery. Everyone is concerned. So ഈ മിൽക്ക് പ്രൊഡക്ഷനിലൂടെ ജസ്റ്റ് ബേബിനെ ഫീഡ് ചെയ്യാൻ മാത്രമല്ല, മദർ ഹാസ് എ ലോട്ട് ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ്. മദറിന് കുറേ ബെറ്റർ ഇതുണ്ട്. മദറിന് പോസ്റ്റ് ഡെലിവറി ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസുകൾ ഇതൊക്കെ വളരെ കുറവാണ്. ഇൻഫാക്ട് മദർ ആ ബേബിനെ കാണുമ്പോൾ മദറിന്റെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പോയി ബ്രസ്റ്റിലും യൂട്രസിലും ആക്ട് ചെയ്ത് യൂട്രസിനെ കൺട്രാക്ട് ചെയ്യുക, മിക്സ്. ഈ ബേബിനെ അതിന് പകരം കംപ്ലീറ്റ്ലി മദറിന്റെ അടുത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഫീഡ് ചെയ്യാൻ സമയമെടുക്കും, which is not good for the mother, neither the baby. And by putting the father next to the mother, kangaroo mother care എന്ന് കേട്ട് കാണും. മദറിനെ ബേബിനെ മദറിന്റെ ചെസ്റ്റിലോട്ട് ഇടാം. എസ്പെഷ്യലി കുറച്ച് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഒരു വാംത്ത് കൊടുക്കാൻ. when mother is there to give natural warmth, why do you always want to rely on an incubator? So by doing this, there is both medical benefit for the mother and the baby. Plus you bring in the father. Mother can rest well. Only a well rested mother can provide to the baby. Father can take in. It's an amazing experience for the father also. So it's a memory they are creating. Okay, and it end of the day it matters a lot. And with the thought of having your family right outside through all of this matters a lot. സത്യം. ആക്ച്വലി what happened inside എന്നുള്ളത് പുറത്തു നിന്ന് കേൾക്കുന്നതിനേക്കാളും അത് വിറ്റ്നസ് ചെയ്യുന്നത് ശരിയാണ്, ഭയങ്കര വലിയ. നമ്മളത് ആ സമയത്ത് നമുക്ക് വേറെ ഒന്നുമില്ല, ബേബി മാത്രം ഹെൽത്തി ആയിട്ട് വന്നാൽ മതി എന്നല്ല. Did you have a good experience? Did you love your birth? Did you enjoy it? Do you want to do it again? എന്ന് പറയുന്ന പോലെയാണ്. Will you have another baby like that? Enjoy that thoroughly. That pain should be a pleasurable pain. അതിന് just equipping the mother for it, because nobody can prepare you for that level of pain. അത് നമ്മൾ അമ്മ തന്നെ പോണം, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. Yes. And also somebody to record these moments. So ഇപ്പൊ ഒരു മദർ എപ്പോഴും മിസ് ഔട്ട് ചെയ്യും. നമ്മൾ ബർത്ത് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ഇപ്പം കൂടെ വരുന്ന മദറിന്റെയോ എല്ലാവരും അതെന്തിനാ അതൊക്കെ ഫോട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ you should imagine the first time the baby comes out, the first time that baby meets a family is always missed by the mother. The mother never gets to see. So these are all precious memories. ഇതൊരു ഭംഗിയായിട്ടോ ഇതോ ഒന്നുമില്ല, but precious memories you can capture and hold for the mother forever. So small things. Okay. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ ആളുണ്ടോ അതോ? We always have somebody to capture the moments for you whenever you want it. So it is not going to be a post thing. It's going to be a subtle
subtle thing where you have that memory always with you. So the mother can actually go through that. It gives you goosebumps thinking about it, but it always. So it will just be somebody quietly capturing if the patient wants. So അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. Exactly. ഇനി ഇപ്പം മദേഴ്സ് എന്ന് പറയുമ്പോൾ അമ്മമാരോട് നമ്മൾ ഇപ്പൊ ഒരുപാട് സംസാരിക്കുന്നതാണ് അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. പക്ഷെ ഒരു സൈഡിൽ ഇപ്പോഴും ആളുകൾ പറയുന്നത് ഇതൊക്കെ എല്ലാവരും പോകുന്ന കാര്യമാണ്, ആൻഡ് ഇത് ഭയങ്കര കോമൺ ആണ്, ഇതൊക്കെ മാറിക്കോളും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇപ്പം ഞാനും ഇതേ ഒരു പ്രോസസ്സിൽ പോയിട്ടില്ലാതെ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റട്രീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ യൂഷ്വലി സംഭവിക്കുന്നത് നമ്മുടെ ചെക്കപ്പ് ചെയ്യും, നമ്മുടെ ഫിസിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കും, നമ്മുടെ ബ്ലഡ് ലെവൽസ് ചെക്ക് ചെയ്യും, BP നോക്കും, വെയിറ്റ് നോക്കും. പക്ഷെ ഒരിക്കലും അയ്യോ ഓക്കെ എന്ന് ഷീ ഡസൻ അല്ലെങ്കിൽ ഹീ ഡസൻ ആസ്ക്, അവർ ചോദിക്കില്ല. അപ്പം ഇവിടെ വരുമ്പോൾ ഒരു കൗൺസിലിംഗ് നടക്കുമോ, ആ അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം ഒരു ഫസ്റ്റ് ടൈം മദർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ, വി ആർ അബൌട്ട് ടു ക്രിയേറ്റ് സംതിങ്. അപ്പോൾ അതും പ്രത്യേകിച്ച് ഒരു ഹ്യൂമൻ ബീങ്. അപ്പോൾ നമ്മൾ ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുകയാണല്ലോ, ഇത് എങ്ങനെയാ സംഭവിക്കുക, ഇത് എന്തായിരിക്കും, ഇതാണോ അതാണോ അതാണോ, അറ്റ്ലീസ്റ്റ് ലേബർ പെയിൻ എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് മെന്റലിയും കൂടെ ഭയങ്കര ആവശ്യമാണ്. അങ്ങനെ ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ആക്ച്വലി കൗൺസിലിംഗ് നീഡ്സ് ടു ബി ഇൻ മൾട്ടിപ്പിൾ സ്റ്റേജസ്. സോ ഫ്രം പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ യു ഷുഡ് ബി റെഡി ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ആദ്യമായിട്ട് പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് everything for both partners, husband and wife, starts pre-pregnancy. Of course, during pregnancy we start off with a good diet consultation, because here we strictly believe on very few medicines. Medications does not have much of a role. Good diet can actually supplement everything. And food is your medicine. Yes, food is your medicine. Very, very well, correct, rightly said. Next is a good physiotherapy or an exercise, counseling, consultation continuously during pregnancy. Facility we have a strict facility, and we make sure all our patients adhere to it, because it makes a lot of change. It definitely brings down your chances of pains and complications, where we have to unnecessarily deal with. Good exercise and aerobic walking every 30 minutes reduces your chances of having sugar and hyperglycemia. So diabetes in the level കുറയ്ക്കുക, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള മദറിന് ലോട്ട് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് കുറയാൻ ചാൻസുകളുണ്ട് ഡ്യൂറിങ് പ്രഗ്നൻസി ആസ് വെൽ ആസ് പോസ്റ്റ് ഡെലിവറി. ഈ പറയുന്നതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ ദാറ്റ് ഇസ് ദെയർ. നെക്സ്റ്റ് ബിഫോർ ഡെലിവറിങ് ഇറ്റ്സെൽഫ് വി ഗിവ് ഗുഡ് ലാക്ടേഷണൽ കൗൺസിലിംഗ്. സോ ദാറ്റ് ഫീഡിംഗ് ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് പോസ്റ്റ് പ്രഗ്നൻസി. ഇൻഫാക്ട് ഈ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് ഇറ്റ്സെൽഫ് ഇസ് ദ ഫസ്റ്റ് ട്രിഗർ ഫോർ ദ മദർ ടു ഹാവ് സ്ട്രെസ്. അത് എനിക്ക് തോന്നുന്നു സ്ട്രെസ് വല്ലാണ്ട് എഫക്ട് ചെയ്യും അല്ലെ. സ്ട്രെസ് ഉള്ളപ്പോൾ അമ്മമാർക്ക് പാല് കുറഞ്ഞു പോകുന്ന അവസ്ഥ. Two important factors that reduces your breast milk secretion is one is anemia, of course. അതുകൊണ്ടാണ് ഈ ഡയറ്റിന് ഇത്ര പുഷ് ചെയ്യുന്നത്. ബിക്കോസ് എത്ര ആർട്ടിഫിഷ്യലി എടുക്കണം, എന്തിനെടുക്കണം. ഇഫ് യു ഹാവ് ഗുഡ് ഡയറ്റ് ഇൻ പ്രഗ്നൻസി ഓർ ബിഫോർ ദാറ്റ് ആക്ച്വലി യു ഷുഡ് നോട്ട് ഹാവ് എനി ഇഷ്യൂ. നെക്സ്റ്റ് കാര്യം പറയുന്നത് സ്ട്രെസ് കീപ്പിംഗ് ദ ബേബി അവേ ഫ്രം ദ മദർ. എപ്പോഴും ഒരു ബേബി NICU എൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ലാക്ടേഷൻ ബിക്കംസ് ഡിഫിക്കൾട്ട്. സോ ആസ് മച്ച് ആസ് വി ക്യാൻ കീപ് ദ ബേബി, ഇൻഫാക്ട് ദ ഫസ്റ്റ് ചെക്കപ്പ് ഓഫ് ദ ബേബി ഈസ് ഓൺ ദ മദേഴ്സ് ചെസ്റ്റ്. So you start instantly. There's something called a breast crawl. Baby delivery ചെയ്ത് പോകുന്നത് മദറിന്റെ ചെസ്റ്റിലോട്ട് പാല് കുടിക്കാനാണ്. So it not only is an amazing experience, it has very good health benefits for both mother and baby, because instantly the baby starts sucking. ആ ബേബിക്കും അതൊരു ഇൻസ്റ്റന്റ് കൊളസ്ട്രോൾ വരികയാണ്, കംപ്ലീറ്റ് ഇമ്മ്യൂൺ സപ്പോർട്ട്. അല്ലാണ്ട് ആ ഫസ്റ്റ് ആ ഒരു ലിക്വിഡ് ഗോൾഡ് എന്ന് പറയും, അത് മിസ് ഔട്ട് ചെയ്താൽ അൺനെസസറി ഇഷ്യൂസ് അത് ആക്ച്വലി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അമ്മയുടെ ഫസ്റ്റ് മിൽക്കിന് ഇറ്റ് ഹസ് ഗോട്ട് ഇമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് ഓൾസോ അല്ലേ. ആക്ച്വലി ത്രൂ ഔട്ട് ഉണ്ട്, ബട്ട് ഈ ഫസ്റ്റ് വരുന്ന മിൽക്ക് ഡസന്റ് ഈവൻ ലുക്ക് ലൈക്ക് മിൽക്ക്, ഇറ്റ് ലുക്സ് ലൈക്ക് വാട്ടർ. യാ, സോ ദാറ്റ് മിൽക്ക് ഇസ് ആക്ച്വലി it's probably the best thing you can give a child, because it is full of immunoglobulins. You're exposing the child from a secure environment to a world full of everything. How does the child fight it? So you're actually giving the child all that you have, all the antibodies you have to the child for protection. So you're equipping the child, exactly, you're equipping the child to face the world. അത്രയ്ക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഈ മിൽക്ക് സെക്രീഷൻ വരിക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ ഗെറ്റ് ദ മദർ റെഡി ഫോർ ഇറ്റ്. Teach the mother how to latch, because feeding difficulties നമ്മളത് should not underestimate at all. It can be from frustrating to very painful also. വളരെ ഒരു ഡിഫിക്കൽട്ട് ഒരു ഇതാണ്. സോ അതൊന്നും നന്നായി നമ്മൾ ട്രെയിൻഡ് ആയാൽ തന്നെ it becomes very relaxing for the mother and the child. അങ്ങനെ വരുമ്പം നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഫീഡ് യൂസ് ചെയ്യേണ്ട വരുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് എവറിഥിങ്. സോ it has a huge role in the child's entire development, especially brain development. It probably is a small difference of a first rank and a 10th rank, but it matters.
Okay, so as much as you can feed, idoru nalloru starting aanengil you have a liking towards breastfeeding, and it is the most convenient. You don't have to carry 10 vessels everywhere, you don't have to carry 10 things everywhere. So if you can breastfeed well, that's the best thing you can do. Adana ettavum best and natural food. Exactly. So these are two counseling, plus I think more than the lady undergoing counseling, the people who come with her, the family needs a lot of counseling regarding support. Ee exercise parnadu, we definitely insist that patients do it post delivery also, because it has a lot of effect on recovery. Other health wise, mentally, everything. Working out clearly releases endorphins, which help you keep yourself happy, because you feel like your day is happy going hormones. Exactly. I think I've connected to this a lot after having my own baby. I think it totally changed me as being a gynecologist. And I can see you in your face. I know how much it matters being a working woman when suddenly everything stops and you're at home, and you know you can't sleep. Your babies can be cranky even after whatever you do. There are these phases where you have growth spurts, babies are cranky, you feel like you're not working, you feel like you're not taking care of your baby. It's a forever guilt thing. So if you're taking care of yourself, you're happy, then you are, that completely reflects on how well you take care of your child also. So ee karyangalakka matters a lot. Nammal ee kore medically matram take care edittu ee oru aspect vidaanengi, that completely beats the purpose. Our mental health ne because the whole experience count down. So our whole point of converting this labor ward setup into something very comfortable, homely, very very nice to the comforting to the eye, is so that the mother has a comfortable, good experience through pre-op, the antenatal period, through labor, through postpartum. Because ഒരു ചെക്കപ്പിന് പ്രഗ്നൻസിയിൽ തന്നെ വരുമ്പോൾ തന്നെ ഒരു ലേബർ വാർഡ് കണ്ട് പേടിച്ച് ഇതിനുള്ളിൽ വരണല്ലോ എന്ന് വിചാരിക്കരുത്. She should be happy to come here. It should be her comfortable space. That is why we've called it a haven. It is my happy space, my haven, where I would comfortably be with my baby. Oh, that is the name. Let's Sunrise Haven. Nice. Okay. ഇപ്പം നമ്മൾ ബേസിക്കലി നമ്മുടെ ഇവിടെ കണ്ടുവരുന്നൊരിത്, ഒരു ഡെലിവറി കഴിഞ്ഞു, കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു, നമ്മളിപ്പം FB-ലും ഇൻസ്റ്റയിലും ഒക്കെ ഒരു പോസ്റ്റ് ഇടും, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടും. നെക്സ്റ്റ് ആർ എന്ന് പറയാം, നെക്സ്റ്റ് ഡേ എന്ന് പോലും പറയാൻ പറ്റില്ല, നെക്സ്റ്റ് ആർ നമുക്ക് വിസിറ്റേഴ്സ് വരും. വിസിറ്റേഴ്സ് വന്നു. ഹോസ്പിറ്റലിലാണെങ്കിലും ഐ സ്റ്റിൽ റിമെമ്പർ ഡോക്ടർ കമ്മിങ് ആൻഡ് സെയിങ് വിസിറ്റേഴ്സ് വളരെ കുറച്ചേ പാടുള്ളൂ, ബേബി ഭയങ്കര പ്രിമച്വർ ആണ്, അപ്പം കുഞ്ഞാണ്, അത് ഭയങ്കര പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും, സോ ആരോടും വരരുതെന്ന് പറയണം. പക്ഷെ പീപ്പിൾ ടേക്ക് ഇറ്റ് വെരി ഒഫൻസീവ്. ആളുകളോട് നമ്മളത് പറയുമ്പോൾ അവർ ഭയങ്കര ഒഫൻഡഡ് ആവും. അപ്പം എങ്ങനെ, അതായത് ഇപ്പൊ പിന്നെയും കുറെ നമുക്കിപ്പോ ഞാനൊക്കെ പറയാറുണ്ട്, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ 28 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തൂല്ലോ, അതൊന്നും നടത്തേണ്ട കാര്യമില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് കുട്ടിയും അമ്മയും പെർഫെക്റ്റ്ലി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ് ചെയ്താൽ മതി. അതിനൊരു കറക്റ്റ് സമയമുണ്ടോ? അതായത് ഇവരെ രണ്ടാളെയും, അമ്മയും കുട്ടിയും, ബോത്ത് ഓഫ് ദം, അവരെ ഒരു പ്രോപ്പർ ഔട്ടർ സ്പേസിലേക്ക് ഇറക്കാൻ ഒരു സമയമുണ്ടോ? എസ്പെഷ്യലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ദ ബേബി ഈസ് വെരി വൾണറബിൾ. പറഞ്ഞ പോലെ അതുകൊണ്ടാണല്ലോ ഗോഡ് ഹസ് മെയ്ഡ് ദ മദേഴ്സ് ബോഡി റെഡി വിത്ത് ഇമ്യൂണോഗ്ലോബുലിൻസ്, ബിക്കോസ് ഗോഡ് നോസ് ബേബി ഈസ് ഗോയിങ് ടു ബി എക്സ്പോസ്ഡ് ടു സോ മെനി തിങ്സ്. ദിസ് ഇസ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഇപ്പം ബിക്കോസ് വി ആർ ഇൻ ദ മിഡിൽ ഓഫ് എ ഫ്ലൂ സീസൺ, ഇപ്പം കാണുന്നവർക്കൊക്കെ കോൾഡാണ്, പിള്ളേർക്കൊക്കെ കോൾഡാണ്, സ്കൂൾ ഷട്ടിങ് ഡൗൺ. സോ ആ സമയത്ത് we should control somebody from coming from outside. One important thing ഈ ഒരു question, see നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. You cannot, ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും you cannot 100% stop. അതിലൊരു ഇമോഷണൽ ആൻഡ് ഹാപ്പിനെസ് ഫാക്ടർ. എക്സാക്ട്ലി. എല്ലാവരും സന്തോഷമായിട്ട് കാണാൻ വരണതാണ്. സോ ഒരു ലെവലിലേ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ബേബീനെ ഹെൽത്തി ആക്കുക, ടു വിത്ത് സ്റ്റാൻഡേർഡ്. അതിന്റെ ഏറ്റവും നല്ല വഴി is to completely breastfeed. Just breastfeed the baby as well as you can, because നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും ബേബീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ അസുഖങ്ങളിലോട്ട് എക്സ്പോസ്ഡ് ആണ്, അതിൻ്റെയൊക്കെ ഇമ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡീസ് ദ ബേബി വിൽ ഓൾസോ ഗെറ്റ്. സോ ദ ബേബി ഓൾസോ ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് ഫീഡിന് ഇത്രയും പുഷ് ചെയ്യുന്നത്. അത് 1 മാസം ആയിക്കോട്ടെ, 6 മാസമുള്ള കുട്ടി ആയിക്കോട്ടെ, ഇഫ് ദാറ്റ് ബേബി നന്നായിട്ട് ബ്രസ്റ്റ് ഫെഡ് ആണെങ്കിൽ ആ ബേബിക്ക് ഇൻഫെക്ഷൻ വന്നാൽ ആ ബേബി ഫൈറ്റ് ചെയ്തോളൂ അത്. ബിക്കോസ് ഫോർ എവർ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഐ എം ഓഫ് എ കോൺസെപ്റ്റ് ദാറ്റ് അങ്ങനെ കുട്ടികളെ മൂടി വെച്ച് ഉള്ളിൽ വെച്ച് വളർത്താൻ പറ്റില്ല. അറ്റ് സം പോയിന്റ് ആ കുട്ടി പുറത്തു പോകും. ദർ സംതിങ് കോൾഡ് ഹൈജീൻ ഹൈപ്പോത്തസിസ്. ഇപ്പം അബ്രോഡൊക്കെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വളരെ കൂടുതലാണ്, ഓർ ഇൻഫെക്ഷൻ പ്രോൺ ആണ് കുട്ടികൾ, ബിക്കോസ് അങ്ങനെ എക്സ്പോസ്ഡ് അല്ല. ഇപ്പം നമ്മളുടെ പ്രീവിയസ് ജനറേഷൻ ഓർ ഇപ്പോഴും പിള്ളേർ പുറത്തൊക്കെ പോയി കളിക്കുകയാണ്, ചെരുപ്പില്ലാണ്ട് ഓടി നടക്കുകയാണ്. Nobody has any chronic disease, no? So some amount of exposure you need, but you equip the child. Make the child healthy enough to be able to fight the disease. ബിക്കോസ് ഒരിക്കലും എപ്പോഴും അടച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അടച്ചു വെച്ചെന്ന് വെച്ചോ 2 വയസ്സ് വരെ നോക്കും, സ്കൂളിൽ വിടണ്ട എപ്പോഴെങ്കിലും.
ആ സമയത്ത് അല്ലെങ്കിൽ യു വിൽ ഹാവ് എ ഡിസാസ്റ്റർ. ഈ കുട്ടിക്ക് തണുത്ത വെള്ളം കൊടുക്കില്ല, ആരെയും തൊടാൻ സമ്മതിക്കില്ല, കൈ കഴുകിയിട്ടേ ഇതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ ഗുഡ് ടു എ ലാർജ് എക്സ്റ്റെന്റ്. എന്ന് വെച്ചാൽ കുട്ടികളെ എല്ലായിടത്തും തുറന്നു വിടുക എന്നല്ല, ബട്ട് ഇൻ എ മോഡറേഷൻ. എന്ന് വെച്ചാൽ let the child expose. The baby might get a cold, but let the baby's body learn how to fight a cold. But അതിന് കുട്ടീനെ ഹെൽത്തി ആക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഫോർമുല സപ്ലിമെന്റ് ഫീഡിങ്ങിൽ will never have that natural immunoglobulins or antibodies we are talking about. So angantha babies are very much prone for gastric issues, കാര്യങ്ങൾ infection വന്നാൽ no protection from externally, no. So angantha പ്രശ്നങ്ങൾ. So breastfeeding is the key. You can never obviously say, you can always say your doctor said no, but people will listen, people will not listen. എന്തിനാ നമ്മൾ തന്നെ പുറത്തു പോയി വരുമല്ലോ. We cannot sit inside the house for forever, no. So expose ചെയ്യും, but equip the baby for it. അതേ വേറെ മാർഗമില്ല. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ്ലി പുതിയൊരു, അതായത് യു കാൻ സേ ടോയ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ. നമ്മളെ ക്രിയേറ്റ്, വി ആർ ഹാപ്പി, പക്ഷെ കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യണം? ഇത് ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ എന്റെ മോളുടെ നെഞ്ചത്തൊക്കെ കൈവച്ച് നോക്കിയിട്ട് ശ്വാസം പേടിച്ചിട്ട്. അതായത് ഇവരെങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നത്, ചിലപ്പോ ശ്വാസത്തിന്റെ ഒരു സ്പീഡൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഇനി ശ്വാസം മുട്ടലായിരിക്കോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ ഉറക്കത്തിലൊക്കെ ഞെട്ടി എണീറ്റിട്ട് ശ്വാസം നോക്കും, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എനിക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി അത്ര എക്യുപ്ഡ് അല്ല കുട്ടികളെ നോക്കാൻ. അതായത് ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒരു കൗൺസിലിംഗ് പോലെ കിട്ടും. ഇഫ് ദ ബേബി ചോക്സ് എന്ത് ചെയ്യുന്നത്, ചോക്കിംഗ് വന്നാൽ എന്ത് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു അമ്മയ്ക്ക് അറിയില്ല. നമ്മൾ പോകുമ്പോൾ കുഞ്ഞിനെ, അതായത് കുഞ്ഞിനെ എങ്ങനെയാ റാപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയാ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ബേപ്പ് ചെയ്യണമെന്നോ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു കൗൺസിലിംഗ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അല്ല, ഡെഫിനറ്റ്ലി വി നീഡ് ഇറ്റ്. സീ, നമ്മളുടെ നാട്ടില് പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഈ പുറത്തൊക്കെ ഇപ്പൊ ലൈക്ക് യു സെഡ് എവ്രിവൺസ് കൗൺസിൽ, ബിക്കോസ് പേരൻസ് ആർ ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ അലോൺ. ഇവിടെ വി ഹാവ് എ ടീം ടു ടേക്ക് കെയർ ഓഫ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ടേക്സ് എ വില്ലേജ്. ഒരു കുട്ടീനെ നോക്കാന്ന് പറയുന്ന പോലെയാ എപ്പോഴും ഗ്രാൻഡ് പാരന്റ്സ്, ഇറ്റ്സ് ഓൾവേസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. പക്ഷെ അത് മാറി വരികയാണ്. നമ്മൾ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസിലോട്ട് പോവാണ്. മേ ബി ആദ്യത്തെ ഒരു മാസം ഉണ്ടാവും, പിന്നെ യു ആർ ബാക്ക് ടു അലോൺ. സോ ഇറ്റ് ഇസ് വെരി എക്സാക്ട്ലി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദ മദർ, ദ ഫാദർ also is equipped to handle the baby throughout. എന്തുണ്ടെങ്കിലും കുട്ടിയുടെ നോക്കാൻ വേണ്ടി മദറും ഫാദറും എക്യുപ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലാക്ടേഷണൽ കൗൺസിലിംഗ് മുതൽ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻ, സ്ട്രിക്റ്റ് കൗൺസിലിംഗ്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു മീറ്റ് യുവർ പീഡിയാട്രിഷ്യൻ, മീറ്റ് യുവർ കൗൺസിലർ ബിഫോർ ഡെലിവറി, സോ യു ആർ റെഡി ഫോർ ഇറ്റ്. After the baby comes, it is chaos. Pinne you will not realize how time goes. So you, as long as you are well equipped for it, it will be fine. Every baby will have its own issues. Baby might be cranky, karyangal, but where to panic, where not to panic is very important. Because you need to handle everything peacefully, and it is a chronic thing. It's a long term thing actually. It goes on, but as long as both the mother father well informed and well counseled, and that is another thing we very very much focus on. Father should also be very involved in it. So counseling is never for the mother or the grandmother. It's not a one man show. Exactly, because it cannot be a one man show. Mother eventually has to take rest. ആ സമയത്താണ് half the panic. Because എന്താ ചെയ്യണ്ടേ, ഇപ്പൊ ഒന്ന് ഒരു ഡൈപ്പർ ചേഞ്ച് ടു ഹൗ ടു വാഷ് ദ ബേബി ടു ഹൗ ടു bathe the baby, the parents should be well counseled. How to help the mother to latch, how to help guide the mother, how to position the mother so that അമ്മയ്ക്ക് back pain വരില്ല, how to take care of the mother. ഇപ്പം വർക്ക്ഔട്ട് തന്നെ, what to do, what not to do. ഈ പ്രശ്നം is don't work out എന്ന് പറയുന്നത് വെച്ചാൽ ഇത് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്ത എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് എളുപ്പം, ബിക്കോസ് എന്തെങ്കിലും പ്രശ്നമായാലോ. ടു കൺക്ലൂഡ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ആക്ച്വലി എല്ലാവരും, അതായത് ചിലപ്പോൾ മേ ബി ഇപ്പോൾ നമ്മൾ മെജോറിറ്റി, ഇപ്പം ഞാൻ നമ്മുടെ കൂടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല, കഴിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ വേണ്ടാന്നാ പറയണേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ ചോയ്സ് ടു ഹാവ് എ ബേബി ഓർ നോട്ട്. പക്ഷേ വളരെ ഇങ്ങനെ എന്താ പറയുക, എൻജോയ് ചെയ്ത് ഈ ജങ്ക് ഫുഡ് കഴിച്ച് ഭയങ്കര ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഒരു ലോങ് വീക്ക് ഓഫ് വർക്ക് ഒക്കെ കഴിഞ്ഞ് വീക്കെൻഡ് നമ്മൾ ചിലപ്പോൾ സന്തോഷിക്കുന്നത് ഭയങ്കര ജങ്ക് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ബിഞ്ച് വാച്ച് ചെയ്തിട്ടൊക്കെ. അപ്പം അത് നോട്ട് അറ്റ് ഓൾ ഹെൽത്തി, വി ഓൾ നോ. We all do it at some point. അതെ, അത് ഫൈനലി ഹാപ്പിനെസ് മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അറ്റ് എ പോയിന്റ് അവർക്ക് തോന്നുകയാണ് ഇല്ല, വി നീഡ് എ ബേബി എന്ന്. അങ്ങനെ തോന്നുന്ന സമയത്ത്, അതായത് ഒട്ടും ഒരു മര്യാദയ്ക്ക് ഉറങ്ങാതെ അത്യാവശ്യം നല്ല ഇപ്പൊ രണ്ട് IT പ്രൊഫഷണൽസ് ആണെന്ന് വെക്കും, അത്യാവശ്യം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, പ്രോപ്പറായിട്ട് സ്ലീപ്പ് സ്കെഡ്യൂൾ ഇല്ലാത്ത ആൾക്കാർ, ഭക്ഷണം ജങ്ക്, അതായത് പാക്ഡ് ഫുഡ് മാത്രം കഴിക്കുന്ന പോലത്തെ ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷെ ദേ ആർ അബൌട്ട് ടു ഹാവ് എ ബേബി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബേബി ആവാം എന്നൊരു തോട്ട്, നമ്മുടെ ഒപ്പീനിയനും ഇതൊക്കെ ചേഞ്ച് ആവാമല്ലോ, അങ്ങനെ വരികയെന്ന് വിചാരിക്കും.
അങ്ങനെ വരികയാണെങ്കിൽ അവരതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈല് ചേഞ്ച് ഏതാണ്ട് എത്ര നാൾ കൊണ്ട് ഒന്നൊരു ബാലൻസിലാക്കിയിട്ട് പിന്നെ ട്രൈ ടു കൺസീവ് എ ബേബി എന്നൊരു തോട്ട് വന്നാൽ മിനിമം ഒരു എത്ര നാൾ ഗ്യാപ്പ് കൊടുക്കണം? സത്യം പറഞ്ഞാൽ ഇതിനൊന്നൊരു കട്ട് ഓഫ് ഉള്ള കാര്യമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദെയർ ഹാബിറ്റ്സ് ആർ. ഇപ്പം ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഇറ്റ്സ് നോട്ട് ഓഫൻ, ഐ മീൻ ഇറ്റ്സ് നോട്ട് അൺകോമൺ വിമൻ സ്മോക്കിംഗ് ഓർ മെൻ സ്മോക്കിംഗ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ വിമൻ, മെൻ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ മാറ്റേഴ്സ്, ബട്ട് ഓൾ ഓഫ് ദിസ് മാറ്റേഴ്സ് ഓൾസോ. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ടേക്സ് ടൈം ടു സ്റ്റോപ്പ് ഓൾ ഓഫ് ദിസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് സംതിങ് യു കെൻ സ്റ്റോപ്പ് ഓവർ നൈറ്റ്. സോ ഒരു കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. ആ ഒരു ആളുടെയും പാർട്ട്ണറിന്റെയും ഹെൽത്ത് സ്റ്റേറ്റസ്. ഇപ്പൊ ഇവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒന്നും അല്ലാത്ത ആണെങ്കിൽ mere lifestyle changes will affect. But if they are diabetic or hypertensive, ഇത് both partners, okay? It's not just that mother മാത്രം ഇതൊന്നും ചെയ്യാണ്ടിരിക്കണം എന്നല്ല. It takes a huge toll if the husband is also smoking and drinking. So that's a huge factor. So ഇത് രണ്ടുപേരും കൺട്രോൾ ചെയ്ത് once they are deemed, it is not ഒരു മാസം കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്യാവുന്നതല്ല. Ideally exposure should not be there when pregnant. You can never predict that. നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് you should not be subjected to anything like this. And അടുത്ത കാര്യം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കയറുക എന്ന് വെച്ചാൽ ഈ ഡയറ്റും കാര്യങ്ങളൊന്നും അങ്ങ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് പ്രഗ്നൻസി ഈസ് നോട്ട് ഈസി. ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ ടൈം. ആ സമയത്ത് ഇരുന്നിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇസ് നോട്ട് എൻ ഈസി തിങ്. സോ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഫോർ യുവർ സെൽഫ്. മേക്ക് ഇറ്റ് റെഗുലർ എവറി ഡേ ലൈഫ് ഫോർ യു ടു ഈറ്റ് ക്ലീൻ. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ആയിട്ട് കഴിക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ ശീലമാണ് എക്സസൈസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഫേസിൽ വന്നിട്ട് കൺസീവ് ചെയ്യുക. ഓൾസോ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നമ്മൾ ഒരുപാട് ഡെഫിനറ്റ്ലി ഈ ഒരു സെഷനിൽ ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രിങ് ഇറ്റ് അപ്പ് ബിക്കോസ് എഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ് ഇപ്പോൾ ഒരുപാട് കേൾക്കുകയാണ്. എന്ന് വെച്ചാൽ യൂട്രസ് ഇസ് മെന്റ് ടു ഹാവ് സം റെസ്റ്റ്. ദറ്റ് ഇസ് ഹൗ ഗോഡ് ഇസ് മെയ്ഡ് അസ്. ഇപ്പം നമ്മുടെ ഒരു 2 ജനറേഷൻ മുന്നേ നമ്മൾ ഈ എഡിനോമയോസിസും എൻഡോമെട്രിയോസിസ് ഒക്കെ പറയുമ്പം ഇത് അധികം കേട്ടിട്ടില്ല, വളരെ റെയർ ആയിട്ടാണ്. ഇപ്പം ഇറ്റ് ഹസ് ബിക്കം വെരി കോമൺ. പണ്ടൊക്കെ എല്ലാവർക്കും 10ഉം 11ഉം കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 9 മാസം നോ പീരിയഡ്സ്, ഫീഡ് ചെയ്യുന്നത് 2 വർഷം. പണ്ടൊക്കെ എല്ലാവരും ഫീഡ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ വലിയ കാര്യം 2 വർഷം ഫീഡ് ചെയ്യുന്നത്. ആ 2 വർഷത്തിന്റെ ഇടയിലും പീരിയഡ്സ് വരുന്നില്ല. എത്ര മാസമാണ് യൂട്രസിന് റെസ്റ്റ് കിട്ടുന്നത്? എത്ര മാസമാണ് ഓവറിക്ക് റെസ്റ്റ് കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ കുറേ ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഇപ്പം അതൊക്കെ കുറച്ച് നേരത്തെ. സോ മദർ ഹാസ് എ ലോട്ട് ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ബൈ ബിക്കമിങ് പ്രഗ്നന്റ്. So definitely pregnancy is a good thing. So ഈ pregnancy ഒട്ടും വേണ്ടാന്ന് വരുന്നവർക്ക് have a lot of issues also. Difficulties. From endometriosis to adenomyosis to ovarian cancer. എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്നു അല്ല. ഇതിനൊക്കെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെയും കൂടെ ഒരു ഹിറ്റ് വരുമ്പോൾ വരാൻ ചാൻസസ് കൂടുതലാണ്. So this is the medical benefit of having a lot of children also. So that also comes with a benefit. But if mother is not taken care of, it can be counter also. എല്ലാം കറക്റ്റ് രീതിക്ക് അങ്ങ് പോകണം. ഓക്കെ, നൈസ്. ഇനി ടു കൺക്ലൂഡ്, ശരിക്കും ടു കൺക്ലൂഡ്, ബീങ് എ ഗൈനക്കോളജിസ്റ്റ്, ഒരു കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, നമ്മുടെ ടു ഓൾ ദി കിഡ്സ് അല്ലെങ്കിൽ ഫീമെയിൽസ് ഔട്ട് ദെയർ എന്തൊക്കെ പറയാ? അങ്ങനെ നമുക്ക് നല്ല പരിചയമുള്ള ഭയങ്കര സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ കണ്ട എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക? ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തൊക്കെയാണെന്നില്ല, ഓൺലി വൺ തിങ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. Enjoy being a woman. Yeah, self-care is the best, is what is needed. If you're a child, if you're young, if you're a mother, if you're a grandmother, take care of yourself. Only if you take care of yourself, both physically, mentally, will you be able to take care of your family. Often, especially menopause എടുക്കുന്നവരെ കാണുമ്പോഴാണ് പറയുന്നത് എന്ത് ചെയ്താലും ഡിലേ ആക്കുക. I said start taking care of yourself. എന്ന് വെച്ചാൽ for a change, cook for yourself. വീട്ടിലുണ്ടാക്കുന്നത് വി ആർ ഓൾവേസ് സോ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും എന്താണ് ഇഷ്ടമുള്ള ഉണ്ടാക്കുന്നത്. എപ്പോഴെങ്കിലും ആരെങ്കിലും എനിക്ക് എന്താ ഇഷ്ടമുള്ള ഉണ്ടാക്കുന്നത് നിങ്ങൾ അത് കഴിച്ചോ എന്ന് പറയുമോ? So take care of yourself. Your health is also important. You're the one who needs maximum care because your body has taken so much strain to bring up the family. So always your health is priority. How you look matters because all of that has a toll on your mental health. How you work matters, how you appear matters, your confidence level. So everything matters. So self-care is the best medicine. Single. Because if you're taking care of yourself, you will eat healthy. You will exercise. You will be happy. You will do well. So all of this has an effect on your family. So happy mother, happy baby. Yeah. So that is our concept. Okay. Yeah. I've seen a happy doctor and a happy mother. Thank you so much. Thank you so much. ഇനിയും അങ്ങനെ ഒരുപാട് അമ്മമാരുടെ സന്തോഷത്തിന് കാരണമാവാൻ സാധിക്കട്ടെ. Thank you.